78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി കേരളം. രാജ്ഭവനിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി പരേഡിന് സല്യൂട്ട് സ്വീകരിച്ചു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷമിച്ചിരുന്നാൽ മതിയാവില്ലെന്നും അതിജീവിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ സന്ദേശം. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കുകയാണ് സംസ്ഥാനവും. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. പരേഡിന് മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്നും വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ഒപ്പം നിന്നവർക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണിത്. എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ധീരസ്മൃതിഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം പോലീസ് ആസ്ഥാനത്തെ അഡീഷണൽ DGP S. ശ്രീജിത്ത് സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. കൊല്ലം ആശ്രാമത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ദുരന്തത്തിൽ സമഗ്രമായ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നോളം നാം നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്വാതന്ത്ര്യദിനം കടന്നു പോകുന്നത്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് വയനാട്ടിലെ വിവിധ ക്യാമ്പുകളിലായി 1500ഓളം ആളുകൾ സംരക്ഷണത്തിൽ കഴിയുകയാണ്. അവരുടെ ദുഃഖത്തിനൊപ്പം കേരളം ഒന്നിച്ച് ശക്തമായി നിലകൊള്ളുകയാണ്. അവരുടെ സമഗ്രമായ പുനരധിവാസമാണ് നമ്മുടെ ലക്ഷ്യം. ആലപ്പുഴ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോട്ടയം ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി J. ചിഞ്ചിറാണി പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇടുക്കി IDA മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമെന്നും ഇക്കാര്യത്തിൽ സാധ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വയനാടിന്റെ കനത്ത ദുഃഖത്തിൽ മുല്ലപ്പെരിയാർ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. ആ ആശങ്കയുടെ മുന്നിൽ നമുക്കെടുക്കേണ്ട തീരുമാനങ്ങളിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. കേരള നിയമസഭയിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം, മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകുന്നില്ല. സുപ്രീം കോടതി നിലനിൽക്കുന്ന ഒരു കേസാണെന്ന പരിമിതി നമുക്കുണ്ട്. എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. എറണാകുളത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി P. രാജീവ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പാലക്കാട് കോട്ടമൈതാനിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M. B. രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ റവന്യൂ മന്ത്രി K. രാജൻ ദേശീയ പതാക ഉയർത്തി. കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വനം വകുപ്പ് മന്ത്രി AK. ശശീന്ദ്രൻ ഭാഗമായി. വയനാട്ടിൽ പട്ടികവർഗ പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR. കേളു പതാക ഉയർത്തി. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.